എല്ലായിടത്തും ഇസ്ലാം പ്രതിക്കൂട്ടിലെത്തുന്ന ഒരു കാലം. 2 ദിവസമായി ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ ഇസ്ലാമിക സ്വാധീനത്തെക്കുറിച്ച് പ്രതിക്കൂട്ടിലാകാൻ സാമുദായിക നേതാക്കന്മാർ വല്ലാതെ വാചാടോപം ചെയ്യുന്ന കാലം. ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയമേതാണ്, ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അധികാരമേതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്. ആ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ ഉമ്മ ക്ഷോഭത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവിടുത്തെ നാട് ഭരിക്കുന്നത് ഖലീഫ ഉമറാണ്. അദ്ദേഹം ഇന്നൊരു നിയമം തന്റെ സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് മുലകുടി പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ റേഷൻ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് മുല കുടിക്കുന്ന കുട്ടികൾക്ക് റേഷൻ കൊടുക്കുകയില്ല. ആ കാലത്ത് അവിടെ ഒരു ക്ഷാമം വന്നു, ആമുർ റമാദ എന്നറിയപ്പെടുന്ന ക്ഷാമം വന്നു. ആ ക്ഷാമം വന്ന സമയത്ത് മുലകുടി പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് റേഷൻ ഉണ്ട്, മുലപ്പാല് കുടിക്കുന്നവർക്ക് റേഷൻ ഇല്ല. കാരണം അവർക്ക് വിശപ്പടക്കാൻ മുലപ്പാലുണ്ട്. റേഷൻ സമ്പ്രദായം ആദ്യമായി നടപ്പാക്കുന്നത് എവിടെയാണ് റേഷൻ സമ്പ്രദായം? ആദ്യമായി പാവപ്പെട്ടവന്റെ പട്ടിണിയെ കെട്ടാൻ റേഷൻ സമ്പ്രദായത്തെ അവതരിപ്പിക്കപ്പെടുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്താണ്. അതൊരു അവകാശവാദമൊന്നുമല്ല. ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ 2 രൂപയ്ക്ക് അരി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അന്ന് അത് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി എല്ലാവരും പുകഴ്ത്തിയതാണ്. ഞാനൊരു വെള്ളിയാഴ്ച മിമ്പറുകളായതുകൊണ്ട് പറയുന്നതിന് ചില പരിമിതികളുള്ളത് കൊണ്ട് ഒരു പേരുകളെ ഞാൻ പരാമർശിക്കുന്നില്ല. നല്ല കാര്യം. പക്ഷെ ആദ്യമായിട്ട് ആരാണ് ഭക്ഷ്യക്ഷാമം ഉണ്ടാകുന്ന ഒരു കാലത്ത് പാവപ്പെട്ടവന് 2 രൂപയ്ക്ക് വില കുറച്ച് അരി കൊടുക്കണമെന്നുള്ള തീരുമാനവും മാതൃകയും ലോകത്ത് സമ്മാനിച്ചതാരാണ്? മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമാണ്. നമ്മൾ യൂസുഫ് നബിയുടെ കഥ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ യൂസുഫ് നബിയുടെ കഥ കേൾക്കുന്നത് ഒരു കഥാപ്രസംഗമോ യൂസുഫ് സുലൈഖ പ്രണയത്തിന്റെ പ്രതീകവൽക്കരണമായിട്ട് കേൾക്കുന്നതല്ലാതെ അതിന്റെ ഒരു സാമൂഹ്യ വശമുണ്ട്. അങ്ങകലെ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ അവിടെ ക്ഷാമം വരുമ്പോ അവർ ഭക്ഷണം വാങ്ങിക്കാൻ പോകുന്നത് കനാനിൽ നിന്ന് അപ്പുറത്ത് മിസ്റിൽ ഒരു ഭരണാധികാരി വന്നിട്ടുണ്ട്. അവിടെ വില കുറച്ച് അരി കൊടുക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരങ്ങൾ ഈജിപ്തിലേക്ക് പോകുന്നത്. ആദ്യമായി ക്ഷാമം നേരിടുന്ന കാലത്ത് വില കുറച്ച് 2 രൂപയാണെങ്കിലും 1 രൂപയാണെങ്കിലും അരി കൊടുക്കുന്ന ഒരു ഭക്ഷ്യപദ്ധതിയെ കുറിച്ച് ഖുർആൻ പറയുന്നത് സൂറത്ത് യൂസുഫിലാണ്. യുവാക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ ഇസ്ലാമിനെ അടുത്ത് നന്നായി മനസ്സിലാക്കിക്കോളൂ. ആദ്യമായി റേഷൻ കൊണ്ടുവരുന്നത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, മുലകുടി പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമേ റേഷൻ ഉള്ളൂ, ഞാൻ എന്താണ് ചെയ്യുക? മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല ഞെട്ടിത്തരിച്ചു പോയി. ഇന്നലെ ഞാൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു നിയമത്തിന്റെ പേരിൽ ഒരു പാവപ്പെട്ട പിഞ്ചു പൈതൽ മദീനയിലെ ഒരു ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് കരയുന്നത് കണ്ടപ്പോ മഹാനായ ആ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി മഹാനായ ഉമർ റളിയല്ലാഹു തആല നടുങ്ങി തെറിച്ചു. മഹാനവറുകളുടെ കണ്ണുകൾ നിറഞ്ഞു. നേരെ പോയത് തന്റെ വീട്ടിലേക്കാണ്. അവിടെ പോയി മസ്ജിദുൻ നബവിയിൽ പോയി മഹാനവറുകൾ ഏങ്ങി കരഞ്ഞു. പാതിരാവിന്റെ നിശബ്ദതയിൽ രാവിലെ സുബഹിക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നുണ്ട്. അപ്പോഴും ഉമർ റളിയല്ലാഹു തആല കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ വിതുമ്പി കരഞ്ഞുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ മുമ്പിലുണ്ട്. സുബഹിക്ക് ഇഖാമത്ത് കൊടുത്തു. ഉമർ റളിയല്ലാഹു തആല ഇമാമത്ത് നിന്നു. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയ മഹാനായ ഉമർ റളിയല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ ഓതി ഒരു ആയത്തെത്തി. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല മഹാനവറുകൾ ഓതി വന്ന് യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. എല്ലാ ജനങ്ങളും സർവലോക സിട്ടാവായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാവരും ചോദ്യോത്തര വേളയിൽ നിൽക്കുന്ന നേരം ആയത്ത് പൂർത്തീകരിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന് കഴിഞ്ഞില്ല. മസ്ജിദുൻ നബവിയുടെ മിമ്പർ മിഹ്റാബിന്റെ കീഴിൽ ആ ആയത്ത് പല പ്രാവശ്യം ഓതി ഉമർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ഇമാമത്ത് നിൽക്കുമ്പോ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. നാളെ പരലോക നാളിൽ ആരും സിന്ദാബാദ് വിളിക്കാൻ ഒരാളില്ല.
ഒരാളില്ലാതെ, പിന്താങ്ങാൻ ഒരാളില്ലാതെ, രഹസ്യമായും പരസ്യമായും പിന്തുണയ്ക്കാൻ ഒരാളില്ലാത്ത നേരം, അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നെ നിൽക്കുന്ന നേരം, ചോദ്യത്തിന് മറുപടി പറയേണ്ട നേരം, ഉമർ റളിയല്ലാഹു അൻഹു ആയത്ത് പൂർത്തീകരിക്കാൻ കഴിയാതെ വല്ല വിധേനയും നിസ്കാരം പൂർത്തിയായപ്പോ സഹാബത്ത് ചോദിച്ചു, ഉമറേ റളിയല്ലാഹു തആല എന്തിനാണ് നമസ്കാരത്തിൽ ഇவ்விதം കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, അത്രേ കം ഖത്തല ഉമറു മിൻ ഔലാദിൽ മദീന, കം ഖത്തല ഉമറു മിൻ ഔലാദിൽ മദീന. ഈ ഉമർ കാരണത്താൽ മദീനയിലെ എത്ര പിഞ്ചു കുഞ്ഞുങ്ങളാണ് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. ഉമറിന്റെ ഒരൊറ്റ തീരുമാനം കൊണ്ട് എത്ര കുട്ടികൾ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടാകും. റബ്ബേ, നാളെ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും, ഞാൻ ഭരിച്ചവരും എന്റെ പ്രജകളും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന നേരം, ഉമറെ നിൽക്കവിടെ, ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് എന്നോട് എന്റെ പടച്ചറപ്പ് ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് ഒരടി മുമ്പോട്ട് വെക്കാൻ കഴിയുക? കം ഖത്തല ഉമറു മിൻ ഔലാദിൽ മദീന. സ്വജനപക്ഷപാതിത്വത്തിന്റെ ഭാഗമായിട്ടല്ല, ആർക്കെങ്കിലും മറിച്ചു വിട്ടതല്ല. ആമുർ റമാദ എന്ന പേരിൽ അറേബ്യയിൽ നിന്ന് അടിച്ചു വീശിയ ക്ഷാമം കാരണത്താൽ, ഭക്ഷ്യക്ഷാമം കാരണത്താൽ അതിനെ മറികടക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു നിയമത്തിന്റെ പേരിൽ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, സർവലോകരക്ഷിതാവായ റബ്ബിന്റെ മുമ്പിൽ എന്റെക്കാൾ വലിയ, എന്നെ മന്ത്രിയാക്കിയ, എന്നെ മുഖ്യമന്ത്രിയാക്കിയ, എന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച എന്റെ മാലിക്കുൽ മുലൂക്കായ റബ്ബിന്റെ മുമ്പിൽ എന്നെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു നാളുണ്ട് എന്ന ബോധ്യത്തിലാണ് ഒരു നല്ല ഭരണാധികാരി രൂപാന്തരപ്പെടുക. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നഹു കാന സാദിഖൽ വഅദി, മഹാനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന ആളായിരുന്നു. ഇസ്മായിൽ നബിയുടെ സുന്നത്തിലെ ഉളുഹിയറുക്കൽ മാത്രമല്ല നടപടി, ആ നടപടിയാണ്, അത് പ്രധാനപ്പെട്ട നടപടിയാണ്. പക്ഷേ സാമൂഹികമായി നമ്മുടെ ഓരോ കാലങ്ങളിലെയും ഇതിനെ വായിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. ഈ കേട്ടത് തന്നെ നമ്മൾ കേട്ടതും പറയുന്നത് തന്നെ പറയുന്നതുമല്ല. ഈ കാലത്തും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്നഹു കാന സാദിഖൽ വഅദ്, മഹാനവറുകൾ വാക്കുകൾ പൂർത്തീകരിച്ച ആളായിരുന്നു, വാഗ്ദാനം പൂർത്തീകരിച്ച ആളായിരുന്നു. ഇതാണ് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം. മതത്തിൽ രാഷ്ട്രീയത്തിൽ മതം ഇടപെടാമോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. മതത്തിൽ രാഷ്ട്രീയം ഇടപെടാൻ പാടില്ല എന്നതാണ് മിക്കവാറും ആളുകളുടെ ചോദ്യവും ഉത്തരവും. മതവും രാഷ്ട്രീയവും ഒന്നാകുമ്പോ ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആ നാട്ടിലെ ഇമാമായിരുന്നപ്പോൾ ഒരു കാലത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ആ രാജ്യത്തിന്റെ മുഖ്യമന്ത്രി ആ നാട്ടിലെ പള്ളിയിലെ ഇമാമുമായിരുന്നപ്പോൾ, അദ്ദേഹത്തിന്റെ ഭരണഘടന വിശുദ്ധമായ ഖുർആനായിരുന്നപ്പോൾ, അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോ ഹബീബുൻ നബിയിൽ മുസ്തഫ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തായിരുന്ന ഒരു കാലത്ത്, മതവും രാഷ്ട്രീയവും ഒന്നായിരുന്ന ഒരു കാലത്തെ സമ്പൂർണമായ ഒരു ചിത്രത്തെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. മഹാനായ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മതാധിപത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയമല്ല, മന്ത്രിമാരെ വീതം വെച്ച് ചോദിച്ചു വാങ്ങിക്കുന്ന രാഷ്ട്രീയമല്ല. ഞാൻ വളരെ വ്യക്തതയോടെ പറയുന്നത് സ്ഥാനമാനങ്ങളുടെ മേൽ ചോദിച്ചു വാങ്ങുന്ന രാഷ്ട്രീയമല്ല, സ്വജനപക്ഷപാതിത്വത്തിന്റെ രാഷ്ട്രീയമല്ല, അഴിമതിയുടെ രാഷ്ട്രീയമല്ല, പ്രീണനത്തിന്റെ രാഷ്ട്രീയമല്ല. ഇസ്ലാം പറയുന്ന രാഷ്ട്രീയം മതവും രാഷ്ട്രീയവും ഒന്നായി മാറുന്ന ഒരു കാലത്തിന്റെ ചിത്രം ഏതെന്ന് നിങ്ങൾക്കറിയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഹബീബായ നബി തങ്ങൾ വഫാത്തായി. ഇസ്ലാമിക രാഷ്ട്രം കുലുങ്ങി വിറച്ചു. നേതാവ് മരണപ്പെട്ടുപോയി. 6 മാസം മുമ്പ് ഇസ്ലാമിലേക്ക് വന്നവൻ മുഹമ്മദ് നബി മരിച്ചു പോകുമെങ്കിൽ ഇനി ഞങ്ങളില്ലെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. കുറെ ആളുകൾ ഞങ്ങൾ സക്കാത്ത് തരില്ല എന്ന അവകാശവാദം ഉന്നയിച്ചു. എല്ലാ കാലത്തും അപ്പുറത്തും ഇപ്പുറത്തും ഈ ചീറ്റലും പൊട്ടലും ഒക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നിടത്തെന്നാണ് പ്രശ്നം. ആ സമയത്ത് ഇസ്ലാമിക ലോകം ആടി ഉലയുന്ന ആ നേരം, ആ സമയത്താണ് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയാക്കുന്നത്. 17 വയസ്സാണ് പ്രായം. എത്ര വയസ്സ്? 17 വയസ്സ്. നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല.
60 വയസ്സുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുമ്പോ ഇസ്ലാമിന്റെ പതാക 17 വയസ്സുകാരന്റെ കയ്യിൽ. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പൊടിമീശ മുളയ്ക്കുന്ന ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പതാക മുമ്പിൽ പിടിച്ചു നടന്നു. തൊട്ടു പുറകിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സീനിയോറിറ്റി ഒന്നും പരിഗണിച്ചിട്ടില്ല. അവിടെ അന്തരീക്ഷത്തെയാണ്, പരിസ്ഥിതിയാണ് പരീക്ഷിച്ചത്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ പുറകിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസാമത്ത് ബിൻ സയ്യിദിനോട് പറഞ്ഞു, ഉസാമ, നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വേണമെങ്കിൽ ആജ്ഞാപിച്ചാൽ മതി. അദ്ദേഹമാണ് പരമാധികാരി സിദ്ദീഖുൽ അക്ബർ. തന്റെ കീഴിലുള്ള ഒരു DGP പദവി എന്ന് കരുതിയാൽ മാത്രം മതി. നിങ്ങളതിനെ ഒന്ന് ആലോചിച്ചു നോക്കുക ഭരണത്തെ. ഉസാമ, നീ നിന്റെ കൂടെ സൈന്യത്തിന്റെ കൂടെ ഞാൻ മാത്രം മദീനയിൽ എന്റെ ഉമറിനെയും കൊണ്ടുപോയാൽ ഞാൻ ഒറ്റയ്ക്കായി പോകും. അതുകൊണ്ട് ഉമറിനെ എനിക്ക് വിട്ടുതരണം റളിയല്ലാഹു അൻഹു. ഉസാമ റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. കാരണം ഉമർ റളിയല്ലാഹു അൻഹു അന്ന് മദീനയിലെ ചീഫ് ജസ്റ്റിസാണ്. എനിക്ക് എന്റെ ഉമറിനെ എന്റെ കൂടെ വേണം, ഉമറിനെ ഒന്ന് വിട്ടുതരുമോ? വിട്ടുകൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്ന ഒരു രംഗമുണ്ട്, എന്റെ യുവാക്കൾ എഴുതി വെച്ചോളൂ. മതവും രാഷ്ട്രീയവും ഒന്നാകണം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ്. എനിക്കറിയാം ഈ പ്രസംഗം ഇത് കഴിഞ്ഞാൽ ലൈവായിട്ട് പോകും, ഇത് ചർച്ച ചെയ്യപ്പെടും. മതവും രാഷ്ട്രീയവും രണ്ടും രണ്ടല്ല. ഇസ്ലാം പറയുന്ന മതത്തിന്റെ രാഷ്ട്രീയം ഇങ്ങനെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഞാൻ രാജിവെക്കുകയാണ്. എന്റെ സിദ്ദീഖേ, പിണങ്ങിയിട്ടാണോ? മുഖം തിരിച്ചു പോവുകയാണോ? അതോ എന്നോട് പിണങ്ങിയിട്ടാണോ? ഞാൻ ഖലീഫ ആയതിലുള്ള പിണക്കമാണോ? അല്ല സിദ്ദീഖ്, രണ്ടുപേരും ഉറ്റ കൂട്ടുകാരാണ്. സിദ്ദീഖ് റളിയല്ലാഹു ഖലീഫയായി, പിണക്കമില്ല, തർക്കമില്ല. എന്തുകൊണ്ടാണ് രാജിവെക്കുന്നത്? എന്തിനാണ് സിദ്ദീഖുൽ അക്ബർ ഈ പാഴ്ചെലവ്? കഴിഞ്ഞ 2 വർഷക്കാലമായി എന്റെ കോടതിയുടെ മുമ്പിൽ ഒരു വാദിയോ പ്രതിയോ ഒരു കേസുമായിട്ട് ഇതേവരെ വന്നിട്ടില്ല. ഞാൻ വെറുതെ ഈ ശമ്പളവും വാങ്ങിച്ചു വെറുതെ ഇരിക്കുകയാണ്. ഞാൻ ഈ സ്ഥാനം രാജിവെക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മതവും രാഷ്ട്രീയവും ഒന്നായി ചേർന്ന കാലത്ത്, ഇസ്ലാം പറയുന്ന രാഷ്ട്രീയത്തിന്റെ മതശാസ്ത്രങ്ങൾ വന്ന കാലത്ത്, മദീന തെരുവോരങ്ങളിൽ 2 വർഷക്കാലം ഒരു പെറ്റി കേസ് പോലും ഇല്ലാതിരുന്ന ഒരു കാലത്തിന്റെ ചരിത്രമുണ്ട്. ആരുടെ മുമ്പിൽ? അവർ പക്കാ ക്രിമിനലുകളായിരുന്നു. അരയിൽ കിടക്കുന്ന വാളിന്റെ മൂർച്ചെറിയാൻ ആദ്യം കാണുന്നവന്റെ കൈത്തണ്ടയിൽ വെട്ടിനോക്കിയ ഒരു സമൂഹത്തിനാണ് ഈ പരിവർത്തനം ഉണ്ടായത്. ആ സമയത്ത് ഒരു സ്ത്രീയും ഒരു പുരുഷനും, 2 പേര് സഹാബികളാണ്. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ ഓടി വന്നിട്ട് പറയുന്നുണ്ട്, സനൈതു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയെ, എന്നെ കല്ലെറിഞ്ഞു കൊല്ലണം. മൈസ, നീ വ്യഭിചരിച്ചിട്ടില്ല. വ്യഭിചരിച്ചു നബിയെ, എന്നെ കല്ലെറിഞ്ഞു കൊല്ലണം. ആ സഹാബിയെ, ചെറുപ്പക്കാരനെ, മദീനത്തിന്റെ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മനതാരുണ്യത്തിൽ കല്ലെറിഞ്ഞു കൊന്നു. ഒരു പോലീസ് സ്റ്റേഷൻ നിലവിലില്ലാത്ത കാലത്ത്, ഒരു FIR ഇല്ലാത്ത കാലത്ത്, ഒരു യൂണിഫോം ഇട്ട സെക്യൂരിറ്റി പോലും ഇല്ലാതിരുന്ന ഒരു കാലത്ത്, ഞാൻ തെറ്റ് ചെയ്തു എന്ന് ഒരു സാക്ഷി പോലും ഇല്ലാത്ത കാലത്ത് സ്വയം ഏറ്റുപറഞ്ഞു സ്വയം കുറ്റം ഏറ്റുവാങ്ങുന്ന ഒരു ചെറുപ്പക്കാരനെ സൃഷ്ടിച്ചെടുക്കുന്ന മതരാഷ്ട്രീയത്തിനാണ് നമ്മൾ മതം സ്വാധീനം ചെലുത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുക. അല്ലാതെ മുസ്ലിം അല്ലാത്തവൻ അംഗീകരിക്കാത്ത രാഷ്ട്രീയമല്ല. അന്യനെ കല്ലെറിയണമെന്ന് പറയുന്ന രാഷ്ട്രീയമല്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഇസ്ലാം പറയുന്നത് ആ ഒരു കാലം ലോകത്ത് നിലനിന്നു. ഒരു പോലീസ് പോലും നിലവിലുണ്ടായിരുന്നില്ല. അവർ സ്വയം ഏറ്റുവന്ന് അവർ എല്ലാവിധത്തിലുള്ള ശിക്ഷകളും ഏറ്റുവാങ്ങി. ഇന്നഹു കാന സാദിഖൽ വഅദി, വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു കാലത്തിന്റെ രാജാവാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ധാരാളം വാഗ്ദാനങ്ങൾ മുമ്പിലുണ്ട്. പെൻഷനുകൾ, ക്ഷേമപത്തകൾ, ഇങ്ങനെ ധാരാളം വാഗ്ദാനങ്ങൾ മുമ്പിലുണ്ട്. പെൻഷൻ മുമ്പിലുണ്ട്. നിങ്ങൾക്കറിയുമോ എന്നെനിക്കറിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. വേറൊരു മാതൃക പറയേണ്ട സഹോദരങ്ങളെ, നീതി എന്ന് പറയുന്ന 2 അക്ഷരത്തെ വ്യക്തിത്വത്തിന്റെ ധവളപ്രകാശം കൊണ്ട് ലോകചരിത്രത്തിൽ ഇത്രമേൽ മനോഹരമായി വെച്ച ഒരു ഭരണാധികാരി വേറെയില്ല. ഇറാഖിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഒരു മരുഭൂമിയിൽ ഒരു പാവപ്പെട്ട വൃദ്ധ നിൽക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പെൻഷൻ കിട്ടാത്ത ഒരു വൃദ്ധ കേരളത്തെ മുഴുവനെ ഇളക്കി മറിച്ചൊരു രാജ്യമാണ് നമ്മുടേത്. ഒരു പാവപ്പെട്ട വൃദ്ധ ഒരു മലയോരത്ത് നിൽക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വേഷപ്രച്ഛന്നനായി വന്നപ്പോൾ ഒരു പാവപ്പെട്ട വൃദ്ധ മരുഭൂമിയുടെ അങ്ങേയറ്റത്ത് ഒറ്റക്ക് നിൽക്കുന്നു. ഉമർ റളിയല്ലാഹു മുമ്പിൽ ചെന്നത് ഉമറാണെന്ന് അറിയില്ല. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ
ഈ ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രഹസ്യ വോട്ടെടുപ്പ്, രഹസ്യ അഭിപ്രായ സർവേ, ഇതൊക്കെ ഉമർ റളിയല്ലാഹു നേരിട്ട് നടത്തിയ ആളാണ്. ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഉമറാണ് ചോദിക്കുന്നത്. അപ്പൊ വലിയ താല്പര്യമില്ലാതെ വൃദ്ധ പറഞ്ഞു, ഇറാഖിൽ പോയി യുദ്ധമൊക്കെ ചെയ്ത് കുറെ സ്വർണ്ണമായിട്ട് ഉമർ വന്നു എന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിൽ ഒരു അനിഷ്ടമുണ്ട്. നമ്മൾ പറയില്ലേ, അവൻ ഗൾഫിൽ പോയിട്ട് കുറെ പൈസയൊക്കെ ആയിട്ട് വന്നെന്ന് പറയുന്നത് കേട്ടോ. അപ്പോ തന്നെ നമുക്ക് ഓർത്തോണം, ഒന്നുകിൽ അവനോട് നമുക്കൊരു അസൂയുണ്ട്, അല്ലെങ്കിൽ അത് ആ കാഴ്ച നമുക്ക് അത്ര സുഖിച്ചിട്ടില്ല എന്നാണ്. ഈ ഉമ്മ പറഞ്ഞു, സാരിമൻ വഗാനിമ, ഇറാഖിൽ പോയിട്ട് കുറെ സമ്പത്തുമായിട്ട് വന്നു എന്ന് പറയുന്നത് കേട്ടു. അപ്പൊ ഉമർ ഖാൻ ചോദിച്ചു, ഉമ്മ അതല്ല ചോദിച്ചത്, നിങ്ങളുടെ ഭരണാധികാരിയായ ഉമറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ ഉമ്മ ദേഷ്യത്തോടെ ശരീരം വിറച്ചുകൊണ്ട് പറഞ്ഞു, ലാ ജസാഹുല്ലാഹു അന്നീ ഖൈറാ, ആ ഉമറിന് ഒരു നന്മയും വരാതിരിക്കട്ടെ. നമ്മൾ പറയല്ലോ ഉമർ നശിച്ചു പോവട്ടെ എന്നവര് പ്രാവി. ആരെ? ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൽത്തുറുങ്കിൽ അടച്ചില്ല, കയ്യാമം വെച്ചില്ല. വിയോജിച്ചതിന്റെ പേരിൽ ഒരു ശകാരം പോലും ഉണ്ടായിട്ടില്ല. വിയോജിപ്പിന്റെ പേരിൽ കൽബുർഗി വെടിയേറ്റ് വീണത് വിയോജിച്ചതിന്റെ പേരിലാണ്. കൽബുർഗി വെടിയേറ്റ് വീണത് വിയോജിച്ചതിന്റെ പേരിലാണ്. നമ്മുടെ ഇടയിൽ വിയോജിപ്പുണ്ടാവണം. പ്രതിപക്ഷ നേതാവിന് ശമ്പളവും കൊടുത്ത് സെക്യൂരിറ്റിയും കൊടുത്ത് ഔദ്യോഗിക പദവിയിൽ വളർത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്തിന്? വിയോജിപ്പ് രേഖപ്പെടുത്താൻ. പ്രതിപക്ഷവും ദുർബലമാവാൻ പാടില്ല, പ്രതിപക്ഷവും ശക്തമാവണം. ശക്തമായി തിരുത്തുന്ന പ്രതിപക്ഷമുണ്ടെങ്കിലേ ഭരണീയരെപ്പോഴും നന്നാവൂ എന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. ഉമർ റളിയല്ലാഹു അൻഹു നല്ലൊരു കുപ്പായിട്ടിട്ട് ഖുത്ബ ഓതുകൻ. ഒരാൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു, ഉമറെ, എല്ലാവർക്കും വീതിച്ചു കിട്ടിയതനുസരിച്ച് നിനക്കൊരു മുഴുവൻ കുപ്പായ തുന്നാനുള്ള സാധനം കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ എവിടെ നിന്നാണ് നിനക്ക് ഈ മുഴുവൻ കുപ്പായ തുന്നാനുള്ള തുണി എവിടെ നിന്ന് കിട്ടി? പറഞ്ഞിട്ട് ഖുത്ബ ഓതിയാൽ മതി. മുഖ്യമന്ത്രിയെ പിടിച്ചു നിർത്തി. ഉമർ റളിയല്ലാഹു പറഞ്ഞു, എന്റെ മകൻ അബ്ദുല്ലാഹിബ്നു ഉമറിന് കിട്ടിയതും കൂടി അവൻ എനിക്ക് തന്നത് കൊണ്ട് ഞാൻ തുന്നിയതാണ്. എന്നാൽ ശരിയായിക്കോളൂ, പ്രസംഗിച്ചോളൂ. ഇങ്ങനെ തിരുത്തപ്പെടാൻ കഴിയുന്നവിധം പ്രതിപക്ഷവും ശക്തിയുള്ളപ്പോഴാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഒന്നുകൂടി ഉണ്ടാവുക. അതും ദുർബലമാവാൻ പാടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞില്ല. അവസാന ഉമ്മയോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? ഉമർ എന്താണ് നിങ്ങൾ ഉമറിനെ ഇങ്ങനെ ശപിക്കുന്നത് എന്തിനാണ്? ആ ഉമ്മ പറഞ്ഞു, ഉമർ ഇവിടെയുള്ള മുഴുവൻ ആളുകൾക്കും പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ മലയോരത്ത് ഒറ്റപ്പെട്ട് താമസിക്കുന്ന എനിക്ക് ഇന്നേ വരെ ഉമർ വരണത്തി വന്നിട്ട് ഉമറിന്റെ പെൻഷൻ എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. ഇതെല്ലാ കാലത്തും പ്രശ്നമുള്ള ഒരു വിഷയമാണ് ഈ പെൻഷൻ. എല്ലാ കാലത്തും പ്രശ്നമാണ്. അവര് പറഞ്ഞു, ഉമർ ഭരണത്തിൽ വന്നതിന് ശേഷം എനിക്ക് ഇന്നേ വരെ ഒരു മാസം പെൻഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു ദേശപ്രസന്നനാണ്, ചോദിച്ചു, നിങ്ങൾ ഈ നാട്ടില് ഈ കാടിന്റെ അങ്ങേ അറ്റത്ത് താമസിക്കുമ്പോ ഉമർ നിങ്ങളെ അറിയാത്തത് കൊണ്ടാവും. ഉമർ നല്ല മനുഷ്യനാണ്, അറിഞ്ഞാല് തരും. അറിയാത്തത് കൊണ്ടാണ്, നിങ്ങളെ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഒറ്റപ്പെട്ടൊരു കാട്ടിൽ താമസിക്കല്ലേ. ആ വൃദ്ധയുടെ മുഖം ചുമന്നു. ഉമറിനോട് ചോദിച്ചു, ഏ മനുഷ്യ, നിങ്ങൾ എന്താ പറയുന്നത്? അയാള് ഞങ്ങളുടെ രാജാവാണെന്ന് പറയുന്നു, എന്നിട്ട് ഞങ്ങളെ കുറിച്ച് അറിയില്ലെന്നും പറയുന്നു. നാളെ പടച്ചറപ്പിന് മുമ്പിൽ ഉമറിന് ഈ ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുമോ? അയാള് ഞങ്ങളുടെ ഭരണാധികാരിയാണ്. ഒറ്റപ്പെട്ട് താമസിച്ചത് കൊണ്ട്, എന്നെ അറിയാത്തത് കൊണ്ടാണ് കൊടുക്കാത്തതെന്ന്, എന്റെ അവകാശം തരാത്തതെന്ന് നാളെ റബ്ബുൽ ആലമീനായ പടച്ചവന്റെ മുമ്പിൽ പറയാൻ കഴിയുമോ? ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിത്തെരിച്ചു പോയി ഉമ്മയുടെ മുമ്പിൽ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ, നിങ്ങൾക്ക് ഞാൻ 25 ദിർഹം തരാം, നിങ്ങൾ ഈ കേസ് ഒന്ന് ഒത്തുതീർക്കാവൂ. ഇതുവരെ മുടങ്ങിയ പെൻഷൻ മുഴുവനും ഒറ്റയടിക്ക് ഞാൻ തരാം. ഇന്നഹു കാന സാദിഖൽ വഅദ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഇസ്മായിൽ നബിയുടെ ഈ സ്വഭാവം, പറഞ്ഞ കാര്യം പൂർത്തീകരിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ നിങ്ങൾക്ക് 25 ദിർഹം തരാം. ആ ദിർഹം നിങ്ങൾ വാങ്ങിച്ചിട്ട് ഈ കേസ് നിങ്ങൾ ഒത്തുതീർക്കാമോ? അപ്പൊ ഉമ്മ പറഞ്ഞു, ശരി, 25 സ്വർണ്ണ നാണയം എനിക്ക് തന്നാൽ മതി. അത് കൊടുക്കാൻ പോക്കറ്റിൽ കൈയിടുമ്പോ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ ഉമർ റളിയല്ലാഹു കാണാനില്ല. അവിടെ
അവിടുന്ന് ഓടി വന്നിട്ട് വിളിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, ഓ വിശ്വാസികളുടെ നേതാവേ, നിങ്ങൾ എവിടെ പോയി കിടക്കാൻ? ഇത് കേട്ട ആ വൃദ്ധ ഞെട്ടിത്തെറിച്ചു. അമീറുൽ മുഅ്മിനീൻ എന്ന് അഭിസംബോധന ചെയ്യപ്പെടുന്നത് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ മാത്രമാണ്. തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഖലീഫ ഉമറാണെന്നറിഞ്ഞ വൃദ്ധ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമറിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. എന്നോട് പ്രതികാര നടപടിയെടുക്കരുത്. വിയോജിച്ചതിന്റെ പേരിലും വിരൽ ചൂണ്ടിയതിന്റെ പേരിലും കൽത്തുറുങ്കിൽ അടയ്ക്കുന്ന ഏകാധിപത്യത്തിന്റെ കാലത്ത് തന്നെ നിശിതമായി വിമർശിച്ച് ശപിച്ച ആ ഉമ്മയോട് ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഒന്നും പറയരുത്, നിങ്ങൾ ഇത് സ്വീകരിക്കണം. 25 ദിർഹം കൊടുത്തു. മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഒരു പേപ്പർ എടുക്കൂ, ഒരു ഈത്തപ്പന മരത്തിന്റെ തോലെടുക്കൂ, ഇത് എഴുതി വെക്ക്. എഴുതി വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹാദാ മസാലഹ ഉമർ ലിഫുലാനത്ത് ബിന്തി ഫുലാൻ, ഇത് ഇന്നയാളുടെ മകളായ ഇന്ന പെണ്ണിന് ഉമർ എഴുതുന്ന ഒരു ഉടമ്പടിയാണ്. ഞാൻ കുടിശ്ശിക അടക്കം വെച്ചം കൊടുത്തിട്ടുണ്ട്. 25 ദിർഹം കൊടുത്തു. എന്നിട്ടത് മടക്കി 2 സാക്ഷികളെ ഒപ്പിടിപ്പിച്ച് ഇബ്നു ഉമറിനെയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയും. എന്നിട്ട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, മോനെ ഇബ്നു ഉമറേ, ഇത് നീ സൂക്ഷിച്ചു വെക്കണം. നിന്റെ വാപ്പയായ ഞാൻ മരിച്ചു കഴിയുമ്പോ എന്റെ കഫൻ തുണി പൊതിയുമ്പോൾ മോനെ ആ കൂട്ടത്തിൽ ഈ തോൽക്കഷണം വെക്കണം. നാളെ പടച്ചവന്റെ മുമ്പിൽ എന്നെ ഹാജരാക്കുമ്പോ ഇവരെങ്ങാനും വാക്ക് മാറ്റി പറഞ്ഞാൽ എനിക്ക് എന്റെ റബ്ബിന്റെ മുമ്പിൽ വാദിക്കാനുള്ള ഏക തെളിവാണിത്. അതുകൊണ്ട് എന്നെ കഫൻ തുണിയുടെ മുകളിൽ ഇതെടുത്തു വെച്ചേക്കണമെന്ന് പറഞ്ഞ് താൻ കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദാനത്തെ പൂർണ്ണമായി പൂർത്തീകരിച്ച സയ്യിദുനാ ഉമർ, ഇസ്മായിലി പാരമ്പര്യത്തിലൂടെ നടന്ന ഇബ്നു ഉമർ, ഇന്നഹു കാന മഹാനവറുകൾ വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ച ആളാണ്. അതുകൊണ്ട് വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുക എന്ന് പറഞ്ഞത് ഒരു ജനത്തിന് ആവശ്യമാണ്, അവകാശമാണ്. അതിനെ കഴിയുകയും മതത്തിന്റെ മേൽ വിഭജിക്കപ്പെടുന്ന ഒരു കാലത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മുസ്ലിം സമൂഹത്തോട്, അറിഞ്ഞും അറിയാതെയും വർഗീയതയുടെ കോമരങ്ങൾ മുസ്ലിം സമൂഹത്തെ വല്ലാതെ കുറ്റപ്പെടുത്തുന്ന ഒരു കാലത്ത് പ്രകോപനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വഴിപ്പെടാതെ, വൈകാരിക വിക്ഷുബ്ധതകൾക്ക് അടിമപ്പെടാതെ നമുക്ക് ഈ സാമൂഹിക സൗന്ദര്യത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുകൂടി മിമ്പറിന്റെ ചുവട്ടിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട്, വർഗീയതയുടെ വിഷനാളങ്ങൾ ഇങ്ങനെ പണം വൃത്തിയാടുന്ന ഈ ആസുര കാലത്ത് ഇസ്ലാം മനോഹരമാണ്. ഇസ്ലാം പറയുന്ന രാഷ്ട്രീയം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെ തൗഫീഖ് നൽകട്ടെ.